പത്തനംതിട്ട ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഗവിയിലെ കേരള വനം വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം സെന്ററിലെ തൊഴിലാളികൾ നടത്തിവരുന്ന നിസ്സഹകരണ സമരം ഇന്നും 4ാം ദിവസത്തിലേക്ക് കടന്നു. ഗവി കാണുവാൻ ഇവിടെ ബുക്ക് ചെയ്ത വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം കോർപ്പറേഷൻ ഉണ്ടായെന്ന് മാനേജ്മെന്റ് പറയുന്നു. സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കളും പറഞ്ഞു. സമരം ഒത്തുതീർക്കുവാനായി മാനേജ്മെന്റ് ഇന്ന് മൂഴിയാർ പോലീസ് സ്റ്റേഷനിൽ തൊഴിലാളികളുമായി ചർച്ച നടത്തിയെങ്കിലും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ നേടിയെടുക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കളും പറഞ്ഞു. 17-ന് പത്തനംതിട്ട ലേബർ ഓഫീസറിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ നാളെ മുതൽ ഗവിയിലേക്ക് ടൂറിസ്റ്റുകൾക്ക് എത്താൻ കഴിയുമെന്നും തൊഴിലാളികളും ഇതിന് തടസ്സം നിൽക്കില്ലെന്നും ഇരുവിഭാഗവും VNTV ന്യൂസിനോട് പറഞ്ഞു. ഗവിയിലേക്ക് ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടത്തുക, ട്രാക്കിംഗ് പാത്തിലെ കാടുകളും മറിഞ്ഞുകിടക്കുന്ന മരങ്ങളും നീക്കം ചെയ്യുക, മഴക്കോട്ടുകളും ബൂട്ട്സുകളും അനുവദിക്കുക തുടങ്ങിയവയാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. KFDC മാനേജർ സജീർ, തൊഴിലാളികളായ ബിജു, വാസുദേവൻ, ഹരി എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. VNTV ന്യൂസ്, പത്തനംതിട്ട.